കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവർണറെ ലക്ഷ്യമിട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി ഇപ്പോൾ ഏറ്റവും അവസാനം ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കിടെ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ പോലും തയ്യാറാകുന്നില്ല. അതെന്താണ്, ഒരു ഐത്തമാണോ? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐത്തത്തിനെതിരെയും ഈ സവർണ ഫാസിസത്തിനെതിരെയും സംസാരിക്കുമെങ്കിലും അവരുടെ നിലപാടുകൾ എന്താണോ ഈ എതിരാളികൾക്ക് അവർ ചാർത്തിക്കൊടുക്കുന്നത് അത് തന്നെയാണ് അവർ നടപ്പിലാക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ പണ്ട് മുതലേ ഉള്ളൊരു പാരമ്പര്യമാണ്. അതിനകത്ത് എതിരാളി ആരാണോ ആ എതിരാളിയെ കുറ്റങ്ങൾ ആരോപിച്ച് ചാപ്പ കുത്തി ദയാവധം നടത്തുന്ന ഒരു പദ്ധതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. നമുക്കറിയാം, ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും അങ്ങനെ ആ പേപ്പട്ടിയെ നാട്ടുകാരെ കൊണ്ട് തല്ലി കൊല്ലിക്കാനും തല്ലി കൊന്നതിന് ശേഷം അയ്യോ അത് ആടായിരുന്നു എന്ന് പറയാനും CPM-നുള്ള അത്രയും കഴിവ് ലോകത്ത് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. അതൊരു പ്രത്യേകതയാണ്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം അവരുടെ ആ കഴിവിനെ. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൻ്റെ ചർച്ചയിലാണ് അവരാണ് വെളിപ്പെടുത്തിയത്. RSSകാർക്ക് പോലും അറിയില്ലായിരുന്നു ഗവർണർ ഏത് ജാതിയിൽപ്പെട്ട ആളാണ്. എന്നാൽ അവരൊന്നും ജാതി അന്വേഷിക്കാറില്ല, ജാതി ചോദിക്കാറില്ല, പറയാറുമില്ല. പൊതുവേ നമുക്ക് RSSനെ കുറിച്ച് മനസ്സിലാകുന്നു. RSS സവർണ ഫാസിസ്റ്റാണെന്നൊക്കെ CPM ആരോപിക്കുമെങ്കിലും RSSകാർക്കുള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് തന്നെ ഉത്തരേന്ത്യയിൽ BJP-യും അല്ലെ RSS-ഉം എല്ലാം ദളിതനെ വേട്ടയാടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ദളിതനായ ഗവർണറെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ, അദ്ദേഹത്തിന് ഒരു പരിപാടി നടത്താൻ കഴിയാത്ത രീതിയിൽ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിവാദം നമുക്കറിയാമല്ലോ. അദ്ദേഹം ഒരു പൊതുപരിപാടിയിലാണ്, അല്ലെ, സർവകലാശാലയുടെ പരിപാടിയില്ല. ഈ സംഘാടകർ 60,000 50,000 രൂപ മുടക്കി ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിനെതിരെയാണ് അദ്ദേഹത്തെ വഴി തടയുന്നത്. അതെ, അത് ഗവർണറുടെ കാര്യം നിൽക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ BR അംബേദ്കറോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം എന്തായിരുന്നു, നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ വലിയ അംബേദ്കറിസമൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ അംബേദ്കർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിനോടുള്ള നിലപാട് എന്തായിരുന്നു? അംബേദ്കറിന് കമ്മ്യൂണിസത്തോടുള്ള നിലപാട് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച ആർക്കും മനസ്സിലാവും. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു വളരെ തെറ്റായ ഒരു സിദ്ധാന്തമാണെന്നും ഒരു തെറ്റായ മാർഗമാണെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഒരിക്കലും ആ മാർഗത്തെ സ്വീകരിച്ചില്ല. അദ്ദേഹം ഒരു യഥാർത്ഥ ദേശീയവാദിയായിരുന്നു. അദ്ദേഹം ഈ ജാതീയമായ വിവേചനത്തിനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തിയ ആളാണ് അംബേദ്കർ. പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർത്തു. അതാണ് അംബേദ്കറുടെ പ്രത്യേകത. പക്ഷെ അങ്ങനെയുള്ള അംബേദ്കറിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്വീകാര്യമല്ല. അദ്ദേഹം അവർക്ക് ഒരു കാലത്തും സ്വീകാര്യനല്ല. അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കാൻ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു വലിയ അംഗീകരിക്കാൻ, ഡോക്ടർ BR അംബേദ്കറിനെ അംഗീകരിക്കാൻ BJP ഗവൺമെൻറ് ഭരണത്തിൽ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലാണ് ഗവർണർ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് മാധ്യമപ്രവർത്തകരാണ് പറഞ്ഞത്, നമ്മളാരുമല്ല പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി, ഗവർണറോട് ഇത്തരത്തിൽ ഒരു അനീതി, അല്ലെങ്കിൽ ഗവർണറുടെ പരിപാടികൾ പങ്കെടുക്കാതെ അതിനെ ബഹിഷ്കരിക്കുന്നത് CPM എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഇതാണ് ജാതി വിവേചനമാണ് കാരണം എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ ചോദിക്കുന്ന ചോദ്യം ന്യായമാണ്. എന്തുകൊണ്ട് പിന്നെ എന്തിനാണ് ഈ ഗവർണറോട് ഈ ഐത്തം കാണിക്കുന്നത്? ഗവർണറുടെ പരിപാടികൾ ബഹിഷ്കരിക്കുന്നത് എന്തിനാണ്? ഒരു പരിപാടിയിൽ പോയിട്ട് അവിടെ ചെന്ന് ആ പരിപാടി അലങ്കോലമാക്കി ഗവർണറെ ചീത്തയും പറഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ഒരു മന്ത്രി, ഇത് ലോകത്ത് ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കൂ? ഈ ഗവർണർ ഒരു മാന്യനും സംസ്കാരമുള്ളവനും ആയതുകൊണ്ടല്ലേ ഈ ശിവൻകുട്ടിക്കെതിരെ മറ്റു നടപടികളിലേക്ക് പോകാതിരുന്നത്? അദ്ദേഹം ഒരു സാധുവായതുകൊണ്ടല്ലേ? ഗവർണറെ ബോധപൂർവം ശിവൻകുട്ടി നിരന്തരം അപമാനിക്കുന്നു. തീർച്ചയായിട്ടും ശിവൻകുട്ടിയെ പാർട്ടി അതിനുവേണ്ടി കയറൂരി വിട്ടിരിക്കുകയാണ്. ഗവർണർ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഒരു സ്കൂൾ തലത്തിൽ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം, അത് ഗവർണറെയാണ് നിശ്ചയിച്ചിരുന്നത്. അതായത് ഫസ്റ്റ് എയ്ഡ് ആക്ഷൻ കൗൺസിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ കുട്ടികൾക്ക് ഈ പ്രഥമ ശുശ്രൂഷ, അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം, അതിനെക്കുറിച്ചുള്ള പരിശീലനം, ഫസ്റ്റ് എയ്ഡ് നൽകേണ്ടത് എങ്ങനെയാണ്. പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുന്നു, നെഞ്ചിൽ കൈയമർത്തി പിടിച്ചുകൊണ്ട് സഹിക്കാൻ വയ്യാത്ത നെഞ്ചുവേദനയോടുകൂടി കുഴഞ്ഞു വീഴുന്നു. ആ ആളിനെ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്നുള്ളത് ഒരു പരിശീലനമാണ്. ഒരു അപകടം നടക്കുന്നു, അവിടെ എന്താണ് ഫസ്റ്റ് എയ്ഡ്
പരിശീലനം, ഫസ്റ്റ് എയ്ഡ്, ആ അപകടത്തിന് ഇരയാകുന്ന ആളിന് എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, ഇതിന് ഒരു ബോധവൽക്കരണവും പരിശീലനവും കുട്ടികളിൽ ആവശ്യമാണ്. കുട്ടിക്കാലത്തെ അത് ചെയ്തു തുടങ്ങിയാൽ മുതിർന്നു കഴിഞ്ഞാലും അത് ഉള്ളിൽ നിൽക്കും. അപ്പോൾ ഒരു അപകടത്തെ, ഒരു പ്രതിസന്ധിയെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വെല്ലുവിളിയെ നേരിടാൻ ആ വ്യക്തി പ്രാപ്തനായിരിക്കും. അതുദ്ദേശിച്ചാണ് ഈ സ്കൂൾ തലത്തിൽ തന്നെ ഈ പരിപാടി ആരംഭിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടകനായിരുന്നു ഗവർണർ. നോക്കൂ, എത്ര മനുഷ്യത്വപരമായൊരു സമീപനം. അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന ഗവർണറെ എനിക്ക് മന്ത്രിസഭാ യോഗമുണ്ട്, ഞാൻ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നും പറഞ്ഞ് ബഹിഷ്കരിക്കുകയാണ്. എന്താ ഈ മന്ത്രിസഭാ യോഗമുള്ള കാര്യം നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു? മുഖ്യമന്ത്രി ഇവിടെ ഇല്ലല്ലോ, അദ്ദേഹം അമേരിക്കയിലല്ലേ, ഓൺലൈനായിട്ടാണ് പങ്കെടുത്തതെന്ന്. ഓൺലൈനായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. ഇതെന്താ ഇദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? എനിക്ക് ഇങ്ങനെ പരിപാടിയുണ്ട്, മന്ത്രിസഭാ യോഗമുണ്ട്, അത് മാറ്റി വെച്ചിട്ട് വരാൻ സാധിക്കില്ല എന്ന് സംഘാടകരോട് പറഞ്ഞുകൂടായിരുന്നു? അത് പറഞ്ഞില്ല. അതിന് പകരം പരിപാടി ബഹിഷ്കരിച്ചിട്ട് ഒരു ന്യായം കണ്ടെത്തി പറയുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്. ഇത് ഈ പറയുന്നത് പോലെ ഇത് CPM ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലെന്നേ. അവർ പല കാലത്തും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നു. നമുക്കറിയാം, അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ കൂടെ അവർ വേദി പങ്കിടില്ല, ഇഷ്ടമില്ലാത്ത ആൾക്കാരെ അവർ വളഞ്ഞിട്ട് ആക്രമിക്കും. നമ്മളത് എത്രയോ തവണ ഞാൻ ഉദാഹരണങ്ങളൊന്നും നിരത്തുന്നില്ല. ഒരു നിസ്സാരം ഏതോ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് സംഘടിപ്പിച്ചതാണെന്നും പറഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് ചാർജ് എടുക്കാൻ വന്ന ഡോക്ടർ JV വിളനിലത്തിനോട് ഇവർ ചെയ്തത് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. എന്തിന്? സ്വന്തം പാർട്ടിയിലുണ്ടായിരുന്ന KR ഗൗരിയമ്മയോട്, അതുപോലെ MV രാഘവനോട് ഒക്കെ ഇവർ ചെയ്തത് എന്താണെന്ന് നമ്മൾ കണ്ടു. കേരം തെങ്ങും കേരള നാട്, KR ഗൗരി ഭരിച്ചിടുമെന്ന് പറഞ്ഞ് അവരെ മുന്നിൽ നിർത്തി മുദ്രാവാക്യം വിളിച്ച് അവരെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ഒക്കെ പ്രചാരണം നടത്തി കേരളത്തിൽ അധികാരത്തിൽ കയറി 87-ൽ. എന്നിട്ട് ഗൗരിയമ്മയോട് കാണിച്ചത് എന്താണ്? അവസാനം അവർ പാർട്ടി വിട്ട് പുറത്തു പോകേണ്ടി വന്നു അവർക്ക്, അല്ലേ? അതുപോലെ MV രാഘവൻ ബദൽ രേഖ അവതരിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് MV രാഘവനോട് ചെയ്ത് എന്താണ്? ആ MV രാഘവനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞ പോലീസിന് നേരെ എന്തു വലിയ അക്രമമാണ് CPM നടത്തിയത്. അതിനെ തുടർന്നുണ്ടായ വെടിവെപ്പിലല്ലേ 5 പേർ കൊല്ലപ്പെട്ടത്? ഇതൊക്കെ ഈ കേരളത്തിൽ. അതുകൊണ്ട് CPM ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. ഈ ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെ പുകച്ച് അവർ നശിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ ഈ ഗവർണർ നിസ്സാരക്കാരനല്ല, ആ തീയിൽ കുരുത്തതാണ്, അത് വെയിലത്ത് വാടില്ല എന്ന സത്യം CPMന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നതാണ്. അദ്ദേഹം ജയിലിൽ ചെല്ലുമ്പോൾ അവിടെ തൻ്റെ അച്ഛനും ആ ജയിലിലുണ്ടായിരുന്നു. അങ്ങനെ സകുടുംബം അച്ഛനും മകനും ജയിലിൽ കിടന്ന ഒരു പാരമ്പര്യം, അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി സമരം ചെയ്ത് ജയിലിൽ പോയ ഒരു പാരമ്പര്യമുള്ള വ്യക്തിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് എന്നും വഴക്കാണ്. ഈ ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് ചെയ്താലും അതിനെ എതിരെ CPM വാളെടുത്ത് രംഗത്തിറങ്ങുക, അദ്ദേഹത്തെ വഴി നടക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇനിയിപ്പോൾ നോക്കിക്കോണം, ഈ ഗവർണറെയും വഴി നടക്കാൻ സമ്മതിക്കാതെ SFIക്കാരും DYFIക്കാരും കൂടെ റോഡിലിറങ്ങി ഇനി വരാൻ പോകുന്ന 7-8 മാസം ഉണ്ടല്ലോ, ഈ 7-8 മാസം കൊണ്ട് കേരളത്തെ കുരുതിക്കളമാക്കും എന്ന് തീർച്ചയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്ത് കണ്ടത് എന്താണ്? പോട്ടെ, മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു SFI നേതാവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറോട് പറഞ്ഞതാണ് പ്രസംഗിക്കുന്നതിനിടയ്ക്ക്, സർ CPയുടെ മൂക്ക് പോയത് എങ്ങനെയാണെന്ന് ഗവർണർ ഓർമ്മിക്കണം എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഗവർണറെ ആക്രമിക്കുമെന്ന് തന്നെയല്ലേ വഴിയിലിട്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഈ കേരളത്തിലെ ഇതൊക്കെ നടക്കുള്ളൂ. ഇത് എൻ്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് ഗവർണർ കേന്ദ്രസേനയുടെ സംരക്ഷണം തേടണം, രാജ്ഭവന് കേന്ദ്രസേനയുടെ സംരക്ഷണം ഒരുക്കണം. ഇല്ലെങ്കിൽ ഈ ശിവൻകുട്ടിയെ പോലെയുള്ള മന്ത്രിമാർ പറയുന്നതും കേട്ട് കുറേ കുട്ടി സഖാക്കൾ ചാടിയിറങ്ങും, പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കും, അവന്മാരെല്ലാം രാജ്ഭവനിൽ ചാടിക്കയറി അവിടെ തല്ലി തകർക്കും, ഒരുപക്ഷെ ഗവർണറെ ആക്രമിക്കാൻ പോലും സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല, കാരണം പറയാൻ നമുക്ക് തന്നെ നാണക്കേടാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത്, നമ്മൾ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ആ സ്വന്തം നാടിൻ്റെ ഭരണത്തലവന് നാട്ടിൽ രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ പോലും അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് കേരളം അധപ്പതിച്ചിരിക്കുകയാണ്. അതിൽ കൂടുതലായിട്ട് മറ്റൊന്നും നമുക്ക് പറയാനില്ല. പത്രക്കാർ ചോദിക്കുമ്പോൾ ശിവൻകുട്ടിയെ പോലെയുള്ളവർ തൊടു ന്യായങ്ങൾ പറഞ്ഞ് സ്വന്തം ഭാഗം ന്യായീകരിക്കുകയാണ്. ഇതൊന്നും സംസ്കാരത്തിന് ചേർന്നതല്ല, കേരളത്തിൻ്റെ പാരമ്പര്യത്തിന് ചേർന്നതല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.